ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖത്തിന്റെയും നിരാശയുടെയും പ്രഥമ കാരണം എനിക്കൊന്നുമില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളാണ്. ജീവിതം സന്തോഷകരമാക്കാനുള്ള എളുപ്പ വഴിയാണ് നമുക്ക് ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കൽ. എപ്പോഴും ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും നന്ദി പറയുകയും ചെയ്താൽ കൂടുതൽ ലഭിക്കുകയും എപ്പോഴും നന്ദി പറയാനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ദൈവത്തോടും പ്രപഞ്ചത്തോടും മാതാപിതാക്കളോടും അധ്യാപകരോടും ബന്ധുക്കളോടും കൂട്ടുകാരോടും ഇങ്ങനെ തുടങ്ങി നമുക്ക് എല്ലാത്തിനോടും നന്ദി പറയാം. അതെ, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു കൃതജ്ഞത എന്ന് പറയുന്നത്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. 1-2 മണിക്കൂർ നീളുന്ന ഒരു യാത്ര, ബസിന്റെ നടുവില് സുഖപ്രദമായിട്ടുള്ള ഒരു സീറ്റ്, കൃത്യസമയത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ സ്ഥലത്തെത്തുകയും ചെയ്തു. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ സുഖമായ ഒരു യാത്ര സമ്മാനിച്ചതിന് നിങ്ങൾ ആ ബസ്സിന് നന്ദി പറയുമോ? ആ ഇരുന്ന സീറ്റിനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുമോ? അപകടരഹിതമായി വണ്ടി ഓടിച്ചതിന് ഡ്രൈവറോട് നന്ദി പറയുമോ? ഇതൊക്കെ എന്തിന് എന്നായിരിക്കും ആദ്യം മനസ്സിൽ വരിക. എങ്കിൽ അങ്ങനെയല്ല കാര്യം. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സുഖത്തിനും സൗകര്യത്തിനും, കഴിക്കുന്ന ആഹാരത്തിന്, ശ്വസിക്കുന്ന വായുവിന്, തരുന്ന സൂര്യന്, വിയർത്തിരിക്കുമ്പോൾ സുഖകരമായി കാറ്റ് നൽകുന്ന ഫാനിന്, കിടക്കുന്ന കിടക്കയ്ക്ക് എന്നിങ്ങനെ അനുഭവത്തിന്റെ വഴിയിൽ വരുന്നത് എന്തിനും നിശബ്ദമായിട്ട് നന്ദി പറയുക, കടപ്പാട് രേഖപ്പെടുത്തുക. അതുവരെയുള്ള ജീവിതം നിങ്ങൾക്ക് മാറുന്നത് അറിയാൻ കഴിയും. ഈ പ്രപഞ്ചത്തിലെ എല്ലാം പരസ്പരാശ്രിതമാണെന്നും ഒന്നും നിസ്സാരമല്ലെന്നുമുള്ള വിലപ്പെട്ട പാഠം നമുക്ക് ഉൾക്കൊള്ളാനും കഴിയും. ഗ്രേഷ്യസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കൃതജ്ഞത എന്നർത്ഥമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ഉത്ഭവം. ആകർഷകത്വം, കാരുണ്യം, കൃതജ്ഞത എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ് ഗ്രേഷ്യസ്. വെറുമൊരു ഫീൽ ഗുഡ് വികാരമല്ല ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞത. നമുക്ക് ലഭിക്കുന്ന സേവനത്തിന്റെ പേരിൽ നാം പ്രകാശിപ്പിക്കുന്ന കൃതജ്ഞത നമുക്ക് നൽകുന്നത് എന്തൊക്കെയാണ്? ജീവിതത്തെ പറ്റി തികച്ചും അനുകൂലമായിട്ടൊരു വീക്ഷണം, ആത്മീയമായ അവബോധം, സഹാനുഭൂതി, വിനയം, നമ്മുടെ നന്മയ്ക്കായി മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയൽ. നമുക്ക് ലഭിച്ച വരദാനമാണ് ഈ ജീവിതം എന്ന ചിന്ത. വ്യക്തിപരമായ തലത്തിനപ്പുറത്ത് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ആരോഗ്യപൂർണമായ ബന്ധം, ജോലി സ്ഥലത്തെ മികച്ച അന്തരീക്ഷം, ഇവയെല്ലാം കൃതജ്ഞതയുടെ ഫലങ്ങളാണ്. കൂടാതെ മറ്റനേകം സദ്ഗുണങ്ങളും മനുഷ്യന് പകരുന്നതും കൃതജ്ഞതയാണ്. കൃതജ്ഞതാ സ്വഭാവത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളവര് മറ്റുള്ളവർക്ക് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നില്ല. കാരണം അവർ അസൂയാലുക്കളല്ല. അവരുടെ ചിന്ത തെളിമയുള്ളതായിരിക്കും. അവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാനും കഴിയും. മാനസിക സമ്മർദ്ദം കുറവുമായിരിക്കും. അവർക്ക് മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കാനും കഴിയും. പ്രതിസന്ധികളെ നേരിടാൻ മെച്ചപ്പെട്ട പ്രതിരോധ ശേഷിയുണ്ടായിരിക്കും. ഊഷ്മളമായ കുടുംബ ബന്ധം പടുത്തുയർത്താൻ ഇവർക്ക് കഴിയും. ഇത്തരത്തിൽ കൃതജ്ഞതാശീലമുള്ളവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കൂടുതൽ കഴിവുള്ളവരുമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പൊതുവെ ആയുർദൈർഘ്യവും കൂടുതലായിരിക്കും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നമുക്ക് സഹായം നൽകിക്കൊണ്ട് നിരവധി വസ്തുക്കളും വസ്തുതകളും ആളുകളും എപ്പോഴും നമ്മുടെ പിന്നിലുണ്ട്. നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണിനായിട്ട് നമ്മുടെ മുന്നിലെത്തുന്ന ഭക്ഷണത്തിന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് നോക്കിയേ. ആ ഊണ് ഒരുക്കുന്നതിന് പിന്നിൽ ഒരു വൻ ശൃംഖല തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതോ ഒരു പാടത്ത് നെല്ല് വിതയ്ക്കുന്നതിന് മുമ്പ് കൃഷിക്കായിട്ട് ഉഴുതവരും നെല്ല് വിതച്ചവരും വളമിട്ടും കളപറിച്ചും കൃത്യമായി പരിപാലിച്ച് കൊയ്തവരുമൊക്കെയായിട്ട് എത്രയോ പേര്. എന്നിട്ടോ ആ നെല്ല് അരിയായി വാഹനങ്ങളിൽ കയറ്റി നമ്മുടെ മാർക്കറ്റിൽ എത്തിച്ചവർ, അവിടെ നിന്ന് നാം പലവ്യഞ്ജനങ്ങൾ വാങ്ങുന്ന കടയിലെത്തിച്ചവര്, അതുമാത്രമോ അരി പാചകം ചെയ്ത് രുചിയുള്ള ഭക്ഷണമായി ഡൈനിങ് ടേബിളിൽ നമുക്ക് മുന്നിലെത്തിച്ചവർ. ഇവയെല്ലാം സ്മരിക്കുകയും ആ പ്രയത്നങ്ങൾക്ക് നന്ദി ഉണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് നന്മ കൈവരികയുള്ളൂ. എന്നാൽ എല്ലാ നന്മയ്ക്കും നാം എല്ലായ്പ്പോഴും ഈശ്വരനോട് നന്ദി ചൊല്ലുന്നില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിഷമതകളുടെ പേരിൽ അദ്ദേഹത്തോട് പിണങ്ങാനുമാവില്ല. നമുക്ക് എങ്ങനെ കൃതജ്ഞത വളർത്തിയെടുക്കാം? ദിവസേന 3 നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. നിങ്ങൾക്കുള്ള സവിശേഷ ഗുണങ്ങളിൽ സ്വയം മതിപ്പുള്ളവനാകുക. കൃതജ്ഞത മനസ്സിൽ ഒതുക്കാതെ തുറന്ന് പ്രകടിപ്പിക്കുക. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കാതിരുന്നാലും കാര്യങ്ങൾ നടത്താതിരുന്നാലും വിഷമിക്കാതെ അവർക്കും നമുക്കും മാപ്പ് കൊടുക്കുക.
നമുക്കോ അവർക്കോ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. പകരം അവർക്കും നമുക്കുമുള്ള ഗുണങ്ങളെപ്പറ്റി ആയിരിക്കണം നമ്മുടെ ചിന്ത. നമുക്ക് മറ്റൊരാൾ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യൽ മാത്രമല്ല കൃതജ്ഞത, അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ അടിസ്ഥാന ശില കൂടിയാണ്. അതിനാൽ നിങ്ങൾ കൃതജ്ഞത ശീലിക്കുക തന്നെ വേണം. നമുക്ക് മനസ്സ് കൃതജ്ഞതാഭരിതമാക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ പ്രായോഗിക മാർഗങ്ങൾ ഏതൊക്കെയാണ്? അഭിമുഖീകരിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി പറയുക. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രാർത്ഥന അത് രണ്ട് വാക്കുകളാണ്: താങ്ക് യു. യാതൊരു ലോപവും ഇല്ലാതെ എല്ലാത്തിനും താങ്ക് യു പറയുക. നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുക: ഞാൻ നന്ദിയുള്ളവനാണ്. തുടർന്ന് എ മുതൽ ഇസഡ് വരെ എന്തിനൊക്കെ നന്ദി പറയാൻ കഴിയുമോ അതിനൊക്കെ നന്ദി പറയുക. ലഭിച്ചതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുക. ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ഒരു ദിവസം ചെയ്യാൻ നോക്കുക. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ അഭിനന്ദിക്കാമെന്ന് കണ്ടെത്തുക. നിങ്ങളുടെ പങ്കാളി, കുട്ടി, കൂട്ടുകാരൻ, തൊഴിലാളികൾ, പരിചാരിക, പോസ്റ്റ്മാൻ, പേപ്പർ ബോയ്, ഇങ്ങനെ എത്രയോ ആൾക്കാരെ ഓരോ ദിവസവും നിങ്ങൾക്ക് അഭിനന്ദിക്കാം. നമുക്ക് ആഹാരവും വെള്ളവും വായുവും നൽകുന്ന ഭൂമിയോട് നന്ദി പറയുക. നിങ്ങൾക്ക് ജീവൻ തന്നതിന് മാതാപിതാക്കൾക്ക് നന്ദി പറയുക. പ്രകൃതി നൽകിയ എല്ലാ പാഠങ്ങൾക്കും അതീവ നന്ദിയുള്ള ആളായിരിക്കുക. മനസ്സിലെ കാന്തിക ശക്തി പ്രവർത്തിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ക്ഷമയും കൃതജ്ഞതയും. ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ പുറത്തു പോവുകയും എപ്പോഴും നന്ദി കൂടിയിട്ടുള്ള മനസ്സിന് കാന്തിക ശക്തി ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരു കാന്തം ഇരുമ്പിനെ വലിച്ചെടുപ്പിക്കുന്നത് പോലെ ആവശ്യമുള്ള കാര്യങ്ങളെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാനും കഴിയും. അതിനാൽ ഇന്നു മുതൽ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം ഉള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ച് സന്തോഷിക്കുക. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ കൃതജ്ഞത ശീലമാക്കുന്നതോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു കാന്തം പോലെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്താനും കഴിയും. അതിനാൽ ഇന്നു മുതൽ എല്ലാവരും കൃതജ്ഞത നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക.